ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമുക്ക് ഫോൺ പേയിൽ ഒരു ഫ്രഷ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതേപോലെ ഫോൺ പേയിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുക, അതേപോലെ എങ്ങനെയാണ് UPI ID സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് UPI പിൻ ജനറേറ്റ് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പിന്നിന്റെ ആവശ്യം വരും. നിങ്ങൾ എപ്പോഴാണ് മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അതോ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴോ. അതിന്റെ കൂടെ നിങ്ങളെ ഫോൺ പേയിലൂടെ KYC ഇമ്പോർട്ടന്റ് KYC എങ്ങനെ ചെയ്യുക, എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ KYC ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരും. അതേപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഫിക്സ് ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരും. അതേപോലെ ഞാൻ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തും കാണിച്ചു തരും. എങ്ങനെയാണ് UPIയിലൂടെ പേയ്മെന്റ് ചെയ്യുക, എങ്ങനെയാണ് QR കോഡിലൂടെ പേയ്മെന്റ് ചെയ്യുക, എങ്ങനെയാണ് ബാങ്കിലൂടെ ചെയ്യുക, എല്ലാ ഇൻഫർമേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മളെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം. ഇവിടെ മൊബൈൽ നമ്പർ ഏതാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഏതാണ് ഫോൺ നമ്പർ കൊടുക്കുന്നോ ആ ഫോൺ നമ്പർ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കണം. സോ നമ്മളിവിടെ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു OTP വരും നിങ്ങളെ ഫോൺ നമ്പറിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തു. ഇനി ഇതിനുശേഷം ഒരു ചില പെർമിഷൻസ് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. നമുക്കിവിടെ ശ്രദ്ധിക്കണം, പെർമിഷൻസ് എല്ലാം ഇപ്പം തന്നെ നമുക്ക് അലോ ചെയ്ത് കൊടുക്കണം. അതേപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ ചെയ്യാം. ഇതേപോലെ എല്ലാ കാര്യങ്ങളും അലോ ചെയ്ത് കൊടുക്കണം. ഇവിടെ കാണുമ്പോൾ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് അത് ചെയ്യേണ്ട. ആദ്യം ഒരു ചില പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ചില ബേസിക് സെറ്റിംഗ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. ഇതേപോലെ ഓരോ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ആഡ് ചെയ്യണം. നമ്മളിവിടെ ഇപ്പം ചെക്ക് ബാലൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പം നിങ്ങളിവിടെ കാണുമ്പോൾ നമ്മളെ ഫോൺ പേ വന്നിട്ട് പുതിയ അക്കൗണ്ട് ആണ്. അതേപോലെ നേരത്തെ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ ഒരു ക്രെഡിറ്റ് കാർഡും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രൊഫൈലിൽ വരണം. ഈ ഒരു ഐക്കോണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമുക്ക് മാനേജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളെ പേര് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ഏതാണോ ഡിസ്പ്ലേ പേര് നിങ്ങൾ ഫോൺ പേയിലൂടെ പേ ചെയ്യുമ്പോൾ നിങ്ങളെ പേര് വന്നിട്ട് അങ്ങോട്ട് പോകും. ഇതേപോലെ നമ്മളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ Gmail ID ഇവിടെ നമുക്ക് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. സോ ഇതേപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഇനിയും കാര്യങ്ങളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ എസെൻഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നോ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ബാക്ക് വരുമ്പോൾ സോ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ആഡ് ബാങ്ക് അക്കൗണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം ആഡ് പേയ്മെന്റ് മെത്തേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരുപാട് ബാങ്ക്സിന്റെ നെയിമുകൾ കാണിക്കുന്നുണ്ടാകും. എങ്ങനെ വെച്ചാൽ ഒരു ചില പോപ്പുലർ ബാങ്ക്സ് എന്ന് പറഞ്ഞ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, HDFC ബാങ്ക്, ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ താഴെ നിങ്ങൾക്ക് റൂപേ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഫോൺ പേ, ഗൂഗിൾ പേയിൽ വന്നിട്ട് UPIയിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്രെഡിറ്റ് കാർഡും. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാനും പറ്റും. ഇനി ഇതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ചില ബാങ്ക്സ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഒരു ചില ബാങ്കുകൾ ഇവിടെ കാണൂലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീ ഓൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ബാങ്ക്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏതൊക്കെ ബാങ്കുകളുണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ലിസ്റ്റ് ആയിട്ട്. അതേപോലെ നമുക്ക് ഏതാണ് ബാങ്ക് വേണമെന്ന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തും എടുക്കാൻ പറ്റും. അഥവാ നിങ്ങളെ ബാങ്ക് വന്നിട്ട് PNB-യിലാണോ ICICI ബാങ്കിലാണോ ഏതാണ് ബാങ്ക് ഉള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ ഇതേപോലെ നമ്മളെ ബാങ്കിന്റെ പേര് ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ചില പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കാൻ പറയും. അതിന് നിങ്ങൾക്ക് അലോ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ സെൻഡിങ് വെരിഫിക്കേഷൻ SMS ഇതേപോലെ നിങ്ങൾക്ക് കാണിക്കും. ഇനി ഇവിടെ ഈ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നത് ഇത് വന്നിട്ട് ഓട്ടോ റീഡിംഗ് OTP ആണ്. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം വെരിഫിക്കേഷൻ നടക്കും. അതേപോലെ നിങ്ങളുടെ സിം വന്നിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ഇവിടെ കൊടുത്ത ഫോൺ നമ്പർ വന്നിട്ട് അതേ സമയത്തില്ല നിങ്ങൾ ആ സിം വന്നിട്ട് ഈ ഫോണിൽ തന്നെ ഉണ്ടാകണം. അപ്പോൾ തന്നെ ഇത് വന്നിട്ട് പ്രോപ്പർലി വർക്ക് ചെയ്യും. സോ ഇവിടെ നമ്മളെ വെരിഫിക്കേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാങ്ക് വന്നിട്ട് ഇവിടെ ഫൈൻഡ് ആയി വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കണ്ടപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ബാങ്കിന്റെ പേരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാണ് ബാങ്കിൽ അക്കൗണ്ട് വന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നിങ്ങൾ കാണുമ്പോൾ നമ്മളെ അക്കൗണ്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. പക്ഷെങ്കിൽ ബാങ്ക് അക്കൗണ്ട് മാത്രം ആഡ് ആയാൽ പറ്റൂല. പേയ്മെന്റ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ് UPI പിൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും UPIയിലൂടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്നിന്റെ ആവശ്യം വരും. ആ ഒരു പിൻ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടൈം ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് ഇവിടെ സെറ്റപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ വന്നിട്ട് രണ്ട് മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ് വന്നിട്ട് ATM-ലൂടെ നിങ്ങൾക്ക് പിൻ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഏതിലാണ് ഒരുപാട് പേർക്ക് പ്രോബ്ലം വരുമായിരുന്നു. അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിൻ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ATM കാർഡ് എപ്പോഴാണ് വരുന്നത് ആ സമയത്തല്ലാണ് നമുക്ക് രജിസ്ട്രേഷൻ പിന്നെ വന്നിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ സമയത്തിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി കിട്ടിയിരിക്കുകയാണ്. നിങ്ങളെ ആധാർ നമ്പറിനെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ഇവിടെ ആക്റ്റീവ് ചെയ്യാൻ പറ്റും. അത് അക്കൗണ്ട് പുതിയത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം മുതൽ തന്നെ
നിങ്ങൾക്ക് പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആധാർ കാർഡിലൂടെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആധാർ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ഇവിടെ നിങ്ങൾ ആധാറിന്റെ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ടാകും. പക്ഷെങ്കിൽ ആധാറിന്റെ ഫുൾ നമ്പർ ഇല്ല, ഇവിടെ ആധാറിന്റെ ഫസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഇവിടെ കൊടുക്കണം. ഇതിനുശേഷം നിങ്ങളോട് OTP ചോദിക്കും. OTP ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓതന്റിക്കേഷൻ ചെയ്യാൻ പോകുന്നതാണ് ATM കാർഡിലൂടെയാണ്. എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് ഒരു SBIയിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡിന്റെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ട് നമ്മളെ രജിസ്ട്രേഷൻ ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ സെലക്ഷൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളെ ഡെബിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ കൊടുക്കണം. അതേപോലെ നിങ്ങളെ ATMന്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നിങ്ങളെ ATM കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് ഇവിടെ നമുക്ക് കൊടുക്കണം. നിങ്ങളെ കാർഡിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നിങ്ങൾ ഇവിടെ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു SMS-ലൂടെ ഒരു OTP വന്നിട്ടുണ്ടാകും. ഏതാണെന്ന് വെച്ചാൽ ബാങ്കിന്റെ സൈഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ടാകും. ആ ഒരു OTP നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി OTP എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിൽ വരുമ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ UPI പിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നിങ്ങൾ ആരെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിന്നിന്റെ ആവശ്യം വരും. ഈ ഒരു പിൻ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആരും പെട്ടെന്ന് ഗസ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു പിൻ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷെങ്കിൽ ഈ പിൻ വന്നിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിരിക്കണം. നമ്മളിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ആ പിന്ന് തന്നെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനെ കൺഫേം ചെയ്തതിനു ശേഷം ഇവിടെ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇതേപോലെ നമ്മളെ പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ അക്കൗണ്ട് വന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മളെ QR കോഡ് വന്നിട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാക്കും. ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം നമ്മളെ ഇന്റഗ്രേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. സോ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഇവിടെ ചെക്ക് ബാലൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നമ്മളെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിൻ ചോദിക്കുന്നുണ്ടാകും. ഇവിടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചോദിക്കുന്നുണ്ടാകും. പിൻ വന്നിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾ ഇവിടെ കാണുമ്പോൾ നമ്മളെ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ ബാലൻസ് എത്ര രൂപ ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ ഫോൺ പേയും ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് ഇവിടെ രണ്ടും കൂടെ ലിങ്ക് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇനി ആരെങ്കിലും നമുക്ക് പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് റിസീവ് ആകും. അതേപോലെ നമുക്കും സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കും ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതോ നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ ആയിരിക്കെങ്കിലും അപ്പോൾ മണി ട്രാൻസ്ഫറിന്റെ ഒരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിലൂടെ പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലൂടെ ആർക്ക് വേണമെങ്കിൽ ഇതിലൂടെ നിങ്ങളെ പേയ്മെന്റ് വന്നിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ അവരെ നമ്പർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റിലുള്ള നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഒരു വന്നിട്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ടു ചാറ്റ് ആൻഡ് പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം എമൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം നമ്മളെ പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ പേയ്മെന്റ് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. ഇനി വരുന്നതാണ് നിങ്ങൾക്ക് അഥവാ ആർക്കെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പൈസ അയക്കുകയാണെങ്കിൽ അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ടു ബാങ്ക് ആൻഡ് സെൽഫ് അക്കൗണ്ട് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് സ്വന്തം അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു അക്കൗണ്ടിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അഥവാ വേറെ ആരെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അഥവാ അവരിൽ ഗൂഗിൾ പേ ഇല്ല, ഫോൺ പേ ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ അയക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ പേയ്മെന്റ് വന്നിട്ട് റിയൽ ടൈമിൽ നിങ്ങളെ പേയ്മെന്റ് കഴിയുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു ഫീസും ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ നിങ്ങൾക്ക് പെർ ഡേ 1 ലക്ഷം വരെ ലിമിറ്റഡ് എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. സോ ഇത് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് റിസീവ് മണി ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ആരോടെയും നിങ്ങൾക്ക് പൈസ വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് QR കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ സാധാരണമായിട്ട് QR കോഡ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോ നിങ്ങൾ ഈ QR കോഡിനെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ആ QR കോഡിനെ അവർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പൈസ വന്നിട്ട് സെൻഡ് ചെയ്യും. സോ നിങ്ങൾ അക്കൗണ്ട് വന്നിട്ട് ഈ SBI അക്കൗണ്ട് വന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ നിങ്ങൾ പൈസ വന്നിട്ട് ട്രാൻസ്ഫർ ആകും. ഈ ഒരു QR കോഡ് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ QR കോഡിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളായിട്ട് വെച്ചിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ ആപ്ലിക്കേഷനിൽ വരേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് വെറും ഈ QR കോഡിനെ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ട് ഷോ ചെയ്തിട്ട് പൈസ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് പോയിട്ട് നിങ്ങൾക്ക് അഥവാ ആരെങ്കിലും QR കോഡിനെ സ്കാൻ ചെയ്യണമെങ്കിൽ അതിന്റെ സ്കാനർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് ആർക്കെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോ നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവിനോ അതോ ഏതെങ്കിലും ഷോപ്പിൽ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ QR കോഡിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്കാനറിനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ നമ്മളെ ഈ ഒരു പേയ്മെന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ഏതൊക്കെ മെത്തേഡുകളുണ്ടോ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു തന്നു. ഇത് പോയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ പേ ആപ്ലിക്കേഷനിൽ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ UPI ലൈറ്റിന്റെ മെത്തേഡ് യൂസ് ചെയ്യാനും പറ്റും.
ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ പേയ്മെന്റുകൾ നിങ്ങൾ ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ 10 രൂപയ്ക്ക് ചായ കുടിച്ചു, ബാക്കി ഏതെങ്കിലും ചെറിയ ചെറിയ പലഹാരങ്ങൾ വാങ്ങിച്ചാൽ അതിന്റെ പൈസ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയ ചെറിയ എൻട്രി വന്നിട്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിന്റെ എൻട്രിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് UPI ലൈറ്റിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെറിയ എമൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അത് വന്നിട്ട് UPI ലൈറ്റിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പിൻലെസ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ചെറിയ പേയ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പിൻ അടിക്കേണ്ട ആവശ്യം വരില്ല. അതും ഒരു വളരെ യൂസ്ഫുൾ ഫീച്ചർ ആണ്. ഇത് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വാളറ്റിന്റെ ഫീച്ചർ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാളറ്റിന്റെ യൂസ് ചെയ്യാനും പറ്റും. ഇവിടെ നിങ്ങൾക്ക് 1 ലക്ഷം വരെ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ പേയ്മെന്റ് വന്നിട്ട് ചെയ്യാൻ പറ്റും ട്രാൻസാക്ഷൻ. ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷന്റെ അകത്ത് എങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണോ, അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അല്ലാത്ത സമയം സാധാരണമായിട്ട് എല്ലാവരും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ. ഇതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് മൾട്ടി സൊല്യൂഷൻ ആപ്ലിക്കേഷൻ ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സും ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നിങ്ങൾക്ക് വേറെയും ബാങ്കുകൾ വീട്ടിലിരുന്നുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. അവിടെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഓരോ ബാങ്കിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ ഫുൾ പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.